ആരെങ്കിലും റസൂലുള്ളാഹിന്റെ മൗലിദിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കിയാൽ റസൂലുള്ളാഹിന്റെ മഹത്വത്തെ അവൻ മഹത്വവൽക്കരിക്കുകയും ചെയ്താൽ ഫഖദ് ഫാസ ബിൽ ഈമാൻ, അവൻ അതാ ഈമാൻ കൊണ്ട് വിജയിച്ചിരിക്കുന്നു. ഇത് പറയുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ഹയ്യ ലി അജലി ഖിറാഅത്തി മൗലിദിർ റസൂലി തആമൻ, ആരെങ്കിലും റസൂലുള്ളാഹിന്റെ മൗലിദിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി, വജമഅ ഇഖ്വാനൻ, ആളുകളെ ഒരുമിച്ച് കൂട്ടി, വഔഖദ സിറാജൻ, വിളക്ക് കത്തിച്ചു, അതായത് വെളിച്ചം വിതറുന്ന പരിപാടി, അങ്ങനെ ലൈറ്റ് ഒക്കെ കത്തിച്ചു, വലബിസ ജദീദൻ, നല്ല വസ്ത്രം ധരിച്ചു, വതഅത്തറ, സുഗന്ധം ഉപയോഗിക്കുകയും ചെയ്തു, വതജമ്മല, ഭംഗിയാവുകയും ഒക്കെ ചെയ്തു. എന്ന തഅലീമൻ ലി മൗലിദിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദിനെ വന്ദിച്ചുകൊണ്ടാണ് ഇത് ചെയ്തതെങ്കിൽ ഹശറഹുല്ലാഹു യൗമൽ ഖിയാമ, അല്ലാഹു അവനെ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുന്നത് മഹാത്മാക്കളോട് കൂടെയാകുന്നു. സഹോദരന്മാര് ചിന്തിക്കണം, ആരാണിത് പറയുന്നത്? സക്കരിയ സലാഹി വായിക്കാതെ മൂടിവെച്ച ഇതേ ഇയാനത്തു ത്വാലിബീനിൽ തന്നെയാണ് പറയുന്നത്. സഹോദരന്മാരെ ചിന്തിക്കണം, ആരാണ്? ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഹിജ്റ 110 വഫാത്തായ പണ്ഡിതനാണ്. താബിഈകളുടെ നേതാവാണ്. 110 വഫാത്തായിട്ടുള്ളത്. 3 നൂറ്റാണ്ടിന്റെ ശേഷമല്ല, 3 നൂറ്റാണ്ടിന്റെ ഒക്കെ മുമ്പ്. അതുപോലെ തന്നെ ജുനൈദുൽ ബഗ്ദാദി വഫാത്താകുന്നത് ഹിജ്റ 298 മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് ഹിജ്റ 200 ഇതൊക്കെ 3 നൂറ്റാണ്ടിന്റെ മുമ്പുള്ള കഥയാണ്, ശേഷമുള്ളതല്ല. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ മൗലിദ് എന്ന് പറയുന്ന പരിപാടി റസൂലുള്ളാഹി തങ്ങളുടെ ആ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പരിപാടികൾ ലോകത്ത് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേക രൂപഭാവത്തിലുള്ള ഈ പരിപാടി സഹോദരന്മാരെ അത് ഹിജ്റ 300 ശേഷമാണ് പ്രത്യേക രൂപഭാവത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിലാർക്കും തർക്കവുമില്ല. ഇതാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ബക്കരി പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് തുടങ്ങുന്നത് തന്നെ ശുദ്ധ അസംബന്ധമാണ്, കളവ് പറഞ്ഞുകൊണ്ടാണ്. ഇനി നോക്കൂ നിങ്ങൾ, സുന്നികളായ നമ്മൾ ചെയ്യുന്ന റബീഹുൽ അവ്വലിൽ മൗലിദാഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ റാലി നടത്താറുണ്ട്. നമ്മൾ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും നടത്താറുണ്ട്. അതിനെക്കുറിച്ച് ഇയാൾ പറയാണ്. എന്താ പറയുന്നത് എന്നറിയോ? മൗലിദാഘോഷത്തിൽ നമ്മൾ നടത്തുന്ന റാലിയിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ? അപ്പ് അപ്പ് മുഹമ്മദ് നബി, ഡൗൺ ഡൗൺ ഈസാ നബി. നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ മൗലിദാഘോഷവും നബിദിന റാലി നടത്തുന്നവരല്ലേ? ഇങ്ങനെ ഒരു നബിദിന ഒരു മുദ്രാവാക്യം നടത്തലുണ്ടോ? കേട്ടോളൂ, അയാൾ എന്ന് പറയട്ടെ. ജന്മദിനത്തിന് അപ്പ് അപ്പ് മുഹമ്മദ് നബി, ഡൗൺ ഡൗൺ ഈസാ നബി. അപ്പൊ റസൂലുള്ളാഹിനെ അപ്പാക്കണമെങ്കിൽ ഈസാ നബിയെ ഡൗൺ ആക്കണം വേണ്ടേ? റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന് അപ്പ് അപ്പ് മുഹമ്മദ് നബി, ഡൗൺ ഡൗൺ ഈസാ നബി. അപ്പൊ റസൂലുള്ളാഹിനെ അപ്പാക്കണമെങ്കിൽ ഈസാ നബിയെ ഡൗൺ ആക്കണം വേണ്ടേ? നിങ്ങൾ പറയും, നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ നബിദിന റാലിയും മൗലിദ പരിപാടി നടത്തുന്നവരല്ലേ? ഇങ്ങനെ ഒരു മുദ്രാവാക്യം നടത്തിയിട്ടുണ്ടോ നമ്മളാരെങ്കിലും? പച്ചയായി മുമ്പിലിരിക്കുന്ന മുജാഹിദ് കുഞ്ഞാടുകൾ, അവരുടെ തലയിൽ പടച്ചവൻ വെറും കളിമണ്ണ് മാത്രമാണോ കൊടുത്തിട്ടുള്ളത്? ഒന്ന് അല്പം ചിന്തിക്കേണ്ടതല്ലേ സഹോദരന്മാരെ? നിങ്ങൾ ഓർക്ക് നോക്കി, ഇങ്ങനെ ആരെങ്കിലും മുദ്രാവാക്യം വിളിക്കുന്നുണ്ടോ? പച്ച കളവ് പറയുക, ഒരു ഉളുപ്പുമില്ല. ആ കളവ് ഇങ്ങനെ പറയുമ്പോൾ ഒരു താടിമ ഇങ്ങനെ തപ്പിനാണ്. അപ്പൊ മനസ്സിലാക്കണത് വലിയ കളവാണ്. അതാണ് ഇപ്പൊ പറയാൻ സമയമില്ല. എന്റെ കണ്ടതൊക്കെ ഇനിയും വേണ്ടി വരും. ഞാൻ ഇവിടെ ഇനിയും വരും. ഞാൻ ഇപ്പൊ മൂപ്പരപ്പം കൂടിക്കൊണ്ടിരിക്കുക. ചാലിയത്ത് മൂപ്പർ 3 വട്ടോ 4 വട്ടോ വന്നോ, ഞാനും 4ാമത്തെ വട്ടം. നാളെ മറ്റന്നാൾ ഞാൻ വീണ്ടും പോവുകയാണ്. നോണ പറയുക, നോണക്ക് അവാർഡ് നോക്ക്. തസ്കരശ്രീ എന്തോ ഒരു അവാർഡ് ഉണ്ടല്ലോ, ആ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ മൂപ്പർക്ക് നമ്മൾ പ്രഖ്യാപിക്കാം, അല്ലെങ്കിൽ അതിന് നമുക്ക് നാമനിർദ്ദേശം ചെയ്യാം. പച്ച കളവ് ഇങ്ങനെ പറയും. സഹോദരന്മാരെ, എന്താണ് റസൂലുള്ളാഹിന്റെ അപദാനങ്ങൾ വാഴ്ത്തുന്ന മൗലിദുകൾ ചെല്ലാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? അദ്ദേഹം പറയുന്നത് കാണാം. സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചൊരു ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലഹാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ ക്രിസ്ത്യാനികൾ ഈസാ ഇബ്നു മറിയമിനെ അമിതമായി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്തരുത്. ഫഇന്നമാ അന അബ്ദുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, അതുകൊണ്ട് നിങ്ങൾ പറയേണ്ടത് അല്ലാഹുവിന്റെ അടിമയാണ് ഞാൻ, അല്ലാഹുവിന്റെ റസൂലാണ് എന്നേ നിങ്ങൾ എന്നെ കുറിച്ച് പറയാവൂ, അതിലപ്പുറം പറയരുത്. എപ്രകാരം? ഈസാ നബിയെ കുറിച്ച് ക്രിസ്ത്യാനികൾ പറഞ്ഞതുപോലെ പറയരുത്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഹദീസാണ്.
സഹീഹുൽ ബുഖാരിയിൽ 3445 നമ്പർ ഹദീസായി ഉദ്ധരിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ, ഇങ്ങനെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുജാഹിദ് പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു റസൂലുള്ള നിങ്ങൾ അമിതമായി പുകഴ്ത്തരുത്. ഓർക്കണം നിങ്ങൾ. ഇതിനാണ് അവർ മൈക്ക് കെട്ടി പറയുന്നത്, റസൂലുള്ളാഹിനെ അമിതമായി പുകഴ്ത്തരുത്. നമ്മളെ പറ്റിയൊക്കെ പറയുന്നത് പോലെ പറയാനല്ലാതെ അമിതമായി പുകഴ്ത്തരുത് എന്നുള്ളിടത്തോളാണ് ഇവരുടെ ശൈലി. സഹോദരന്മാരെ, ക്രിസ്ത്യാനികൾ ഈസാ നബിയെ പുകഴ്ത്തിയത് എങ്ങനെയാണ്? പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചതു കാണാം. വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ് വഖാലത്തിൻ നസാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്. ജൂതന്മാര് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഉസൈർ അല്ലാഹുവിന്റെ പുത്രനാകുന്നു. വഖാലത്തിൻ നസാറ, ക്രിസ്ത്യാനികൾ പറഞ്ഞതോ അൽ മസീഹ് ഇബ്നുല്ലാഹ്, മസീഹ് ഈസാ നബി അല്ലാഹുവിന്റെ പുത്രനാകുന്നു. ദൈവപുത്രനാണ് ഈസാ നബി എന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എന്നെ കുറിച്ച് പറയരുത്. അള്ളാന്റെ റസൂല് പറയാണ്, അങ്ങനെ നിങ്ങൾ പറയരുത്. ഞാൻ ദൈവപുത്രനാണ്, അള്ളാന്റെ പുത്രനാണ് ഞാൻ എന്ന് നിങ്ങൾ എന്നെ കുറിച്ച് പറയരുത്. അല്ലാത്ത മദ്ഹബുകൾ പറയാം. നോക്കൂ നിങ്ങൾ, ഇതാണ് റസൂല് പറയുന്നത്. അത് തന്നെയല്ലേ നമ്മളും പറയുന്നത്? വൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫി വൻസുബ് ഇലാ ഖദരിഹി മാ ശിഅത മിൻ ഇളമി. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് തങ്ങളുടെ ഭാഗത്തേക്ക് എല്ലാ മഹത്വങ്ങളെയും നീ ചാർത്തിക്കോ, എല്ലാ മഹത്വങ്ങളെയും നീ ചേർത്തിക്കോ. എന്നിട്ടോ വൻസുബ് ഇലാ ഖദരിഹി മാ ശിഅത മിൻ ഇളമി. ആരംഭ റസൂലിനെ കുറിച്ച് എന്തെല്ലാം ബഹുമാനം പറയാൻ കഴിയുമോ അതൊക്കെ പറഞ്ഞോ. ഇമാം ബൂസീരി തന്റെ